ഫ്രണ്ട്സ്, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഇലക്ട്രിസിറ്റി സംബന്ധിച്ച കുറച്ച് ഡെറിവേഷൻസ് ആണ്. ആദ്യം തന്നെ എന്താണ് ഇലക്ട്രിസിറ്റിയുടെ ഡെഫിനിഷൻ എന്നതിൽ നിന്ന് തുടങ്ങാം. എല്ലാ നല്ല കണ്ടക്ടേഴ്സും മെറ്റൽസ് ആണ്. മെറ്റൽസിൽ ഒരുപാട് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. ഒരു കണ്ടക്ടർ ബാറ്ററി ഇല്ലാതെ ബൾബുമായി കണക്ട് ചെയ്താൽ ബൾബ് കത്തില്ല. കാരണം ഇവിടെ ഫ്രീ ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ ഇല്ല എന്നത് തന്നെയാണ്. ഇവിടെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഇലക്ട്രോണുകൾ റാൻഡം ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. ഇവിടെ ഏത് ക്രോസ് സെക്ഷൻ എടുത്താലും റൈറ്റ് സൈഡിലേക്ക് പോകുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണവും ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്ന ഇലക്ട്രോണുകളുടെ എണ്ണവും തുല്യമാണ്. അതായത് ഏത് ക്രോസ് സെക്ഷൻ എടുത്താലും നെറ്റ് ചാർജ് ഫ്ലോ ലീവിങ് ദ ക്രോസ് സെക്ഷൻ ഈസ് 0. ഇവിടെയാണ് ബാറ്ററിയുടെ പ്രാധാന്യം. ബാറ്ററി സർക്യൂട്ടിലേക്ക് കണക്ട് ചെയ്താൽ ബാറ്ററിയുടെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ സാന്നിധ്യം കൊണ്ട് ഇലക്ട്രോണുകൾ കണ്ടക്ടറിലൂടെ പ്രോപ്പറായി ഒരു ഓർഡറിൽ മൂവ് ചെയ്യുന്നു. ഇനി നേരത്തെ കാണിച്ച ക്രോസ് സെക്ഷൻ ഒന്നുകൂടെ നോക്കിക്കേ. ഇവിടെ ഏത് ക്രോസ് സെക്ഷൻ എടുത്താലും പ്രോപ്പറായി ഓർഡറിൽ മൂവ് ചെയ്യുന്ന ഇലക്ട്രോണുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതുപോലെ സർക്യൂട്ടിൻ്റെ ക്രോസ് സെക്ഷനിലുടനീളം ഇലക്ട്രോണുകൾ മൂവ് ചെയ്യുന്നു. ഇങ്ങനെ സംഭവിക്കുന്നത് ബാറ്ററിയുടെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ സാന്നിധ്യം കൊണ്ടാണ്. ഇനി നമുക്ക് ഇലക്ട്രിക് കറണ്ട് എന്താണെന്ന് ഡിഫൈൻ ചെയ്യാൻ ശ്രമിക്കാം. 1 സെക്കൻഡ് സമയം കൊണ്ട് ഈ ക്രോസ് സെക്ഷനിലൂടെ കടന്നു പോകുന്ന ചാർജുകളുടെ എമൗണ്ടിനെയാണ് നമ്മൾ ഇലക്ട്രിക് കറണ്ട് I എന്ന് വിളിച്ചിരിക്കുന്നത്. ഈ കാണിച്ചിരിക്കുന്ന ക്രോസ് സെക്ഷനിലൂടെ T ടൈം കൊണ്ട് കടന്നുപോയ ചാർജുകളുടെ അളവ് Q ആണെന്ന് കരുതുക. അപ്പോൾ ഇലക്ട്രിക് കറണ്ട് I = Q/T ആണ്. ഏത് ഇക്വേഷൻ പഠിക്കുമ്പോഴും ആ ഇക്വേഷനിൽ ഉപയോഗിച്ചിരിക്കുന്ന പാരാമീറ്ററുകളുടെ യൂണിറ്റ് എന്താണ് എന്ന് അറിഞ്ഞിരിക്കണം. ഇവിടെ ഇലക്ട്രിക് കറണ്ട് Iയുടെ SI യൂണിറ്റ് എന്ന് പറയുന്നത് ആംപിയർ ആണ്. അതുപോലെ ചാർജ് Qൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കൂളമ്പും ടൈം Tയുടെ യൂണിറ്റ് സെക്കൻഡുമാണ്. അപ്പോൾ I = Q/2 T അല്ലേ. അതുപോലെ 1 ആംപിയർ = 1 കൂളം/1 സെക്കൻഡ്. 1 ആംപിയർ = കൂളം/സെക്കൻഡ് എന്ന് എഴുതാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഇതിനോടൊക്കെ എന്തൊക്കെ പഠിച്ചു? ഇലക്ട്രിസിറ്റിയുടെ ഡെഫിനിഷൻ എന്താണെന്ന് പഠിച്ചു, ഇലക്ട്രിസിറ്റിയുടെ ഫോർമുല എങ്ങനെ ഡിറൈവ് ചെയ്യണമെന്ന് പഠിച്ചു, അതിൻ്റെ യൂണിറ്റ് എന്താണെന്ന് പഠിച്ചു അല്ലേ. അടുത്തതായിട്ട് നമ്മൾ എന്താണ് പഠിക്കാൻ പോകുന്നത്? എങ്ങനെയാണ് ഇലക്ട്രിക് കറണ്ട് അല്ലെങ്കിൽ വൈദ്യുതി പ്രവാഹം നമുക്ക് അളക്കാൻ സാധിക്കുക? എങ്ങനെയാണ് ഇലക്ട്രിക് കറണ്ട് നമ്മൾ മെഷർ ചെയ്യുന്നത്? അമ്മീറ്റർ ഉപയോഗിച്ചാണ് നമ്മൾ വൈദ്യുതിയുടെ അളവ് മെഷർ ചെയ്യുന്നത്. അമ്മീറ്റർ എപ്പോഴും സർക്യൂട്ടിൽ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുക. എന്തായിരിക്കും ഇതിൻ്റെ കാരണം? എന്തുകൊണ്ടാണ് അമ്മീറ്റർ സർക്യൂട്ടിൽ പാരലലായി കണക്ട് ചെയ്യാത്തത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇതിന് ഉത്തരം കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ അവസാനം വരെ കാണുക. ഓക്കെ, അപ്പോൾ നമുക്കിനി ഒരു പ്രോബ്ലം കൂടെ ചെയ്തു നോക്കാം. A charge of 12 coulomb flows through a bulb in 5 seconds. What is the current through bulb? അതായത് ഒരു ബൾബിലൂടെ 12 കൂളം ചാർജ് 5 സെക്കൻഡിൽ ഒഴുകുന്നു. അങ്ങനെയാണെങ്കിൽ ബൾബിലൂടെ പ്രവഹിക്കുന്ന വൈദ്യുതിയുടെ അളവ് എത്ര? എങ്ങനെയാണ് നമുക്കിത് കണ്ടുപിടിക്കാൻ സാധിക്കുക? വളരെ ഈസിയാണ് അല്ലേ. I = Q/T which is equal to 12 coulomb/5 seconds which is equal to 2.4 ആംപിയർ. അപ്പോൾ ബൾബിലൂടെ പ്രവഹിക്കുന്ന വൈദ്യുതിയുടെ അളവ് എത്രയാണ്? 2.4 ആംപിയർ. അപ്പോൾ ഇലക്ട്രിക് കറണ്ട് Iയുടെ ഡെഫിനിഷൻ, ഡെറിവേഷൻ, യൂണിറ്റ്, അളക്കാനുള്ള ഉപകരണം, പ്രോബ്ലം സോൾവ് ചെയ്യുന്ന രീതി നമ്മളെല്ലാം മനസ്സിലാക്കി. ഇനി നമുക്ക് എന്താണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പഠിക്കാം. എങ്ങനെയാണ് ഇലക്ട്രോണുകൾ സർക്യൂട്ടിൽ മൂവ് ചെയ്യുന്നത്? നമ്മൾ ആദ്യം തന്നെ അതെങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിരുന്നു. എങ്ങനെയാണ്? സർക്യൂട്ടിൽ ബാറ്ററി ബന്ധിപ്പിക്കുമ്പോൾ അവിടെ ബാറ്ററിയുടെ സാന്നിധ്യം കൊണ്ട് ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകുന്നു. ഇലക്ട്രിക് ഫീൽഡ് ചാർജുകളുടെ മേൽ ചെലുത്തുന്ന ഫോഴ്സ് F ആണ് ചാർജുകളുടെ മൂവ്മെൻറ്റിനുള്ള കാരണം. ഇത് കുറച്ചുകൂടി നന്നായി മനസ്സിലാകാൻ വേണ്ടി L നീളമുള്ള AB എന്ന കണ്ടക്ടർ എടുക്കുക. ഇവിടെ എയിൽ നിന്നും ബിയിലേക്ക് ചാർജ് Q ഫോഴ്സ് F കാരണമാണ് മൂവ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ തന്നെ വർക്ക് ഡൺ ബൈ എ ഫോഴ്സ് എന്താണ് എന്നതിനുള്ള ഡെഫിനിഷൻ പഠിച്ചിട്ടുണ്ട്. എന്താണ് വർക്ക് ഡൺ ബൈ എ ഫോഴ്സ്? വിച്ച് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് മൂവ്ഡ് അലോങ് ദ ഡയറക്ഷൻ ഓഫ് ദ ഫോഴ്സ്. അപ്പോൾ ഇവിടെ ഇലക്ട്രോണുകൾ ഒരു പ്രത്യേക ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നതിനായിട്ട് ഇവിടെ ഇലക്ട്രിക് ഫോഴ്സ് ഒരു വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് ആ വർക്ക് എങ്ങനെയാണ് ആ വർക്ക് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുക? ഇലക്ട്രിക് ഫോഴ്സ് F
ചാർജ് ക്യൂവിന് മേൽ ചെലുത്തുന്ന വർക്ക് W ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ദ ചാർജ് എലോങ് ദ ഡിറക്ഷൻ ഓഫ് ദ ഫോഴ്സ്. W ഇസ് ഈക്വൽ ടു F ഇൻറ്റു L. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇവിടെ ഇലക്ട്രിക് ഫോഴ്സ് F ചെയ്യുന്ന വർക്ക് W ഇസ് ഈക്വൽ ടു F ഇൻറ്റു L അല്ലേ? ഇനി നമുക്ക് അടുത്തതായിട്ട് എന്താണ് നോക്കാൻ പോകുന്നത്? വർക്ക് ഡൺ ബൈ ഇലക്ട്രിക് ഫീൽഡ് F പെർ യൂണിറ്റ് ചാർജ് വിച്ച് ഇസ് ഈക്വൽ ടു W ബൈ Q. അതായത് ഒരു യൂണിറ്റ് ചാർജിന് മേലിൽ അനുഭവപ്പെടുന്ന വർക്ക് ബൈ ദ ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡ് ഒരു യൂണിറ്റ് ചാർജിന് മേലിൽ ചെലുത്തുന്ന വർക്ക് വിച്ച് ഇസ് ഈക്വൽ ടു ടോട്ടൽ വർക്ക് ബൈ ചാർജ് Q. ദാറ്റ് മീൻസ് FL ബൈ Q. അപ്പം ഇത്ര നേരം നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ചെയ്യുന്ന വർക്ക് എത്രയാണ് എന്ന് കണ്ടുപിടിച്ചു അല്ലേ? ഇനി നമുക്ക് എന്താണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് നോക്കാം. ഇലക്ട്രിക് ഫീൽഡിലുള്ള ഒരു കണ്ടക്ടറിൽ ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലേക്ക് ഒരു ചാർജ് മൂവ് ചെയ്യിക്കാൻ ആവശ്യമായ വർക്കിനെയാണ് നമ്മൾ ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഈ വർക്ക് എത്രയാണെന്ന് നമ്മൾ നേരത്തെ തന്നെ കണ്ടുപിടിച്ചിരുന്നു. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു വർക്ക് ഡൺ ബൈ ദ ഇലക്ട്രിക് ഫീൽഡ് ഓൺ യൂണിറ്റ് ചാർജ് വിച്ച് ഇസ് ഈക്വൽ ടു W ബൈ Q. അപ്പോൾ നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ ഡെഫിനിഷൻ പഠിച്ചു, അതിൻ്റെ ഇക്വേഷൻ എങ്ങനെ ഡിറൈവ് ചെയ്യേണ്ടതെന്ന് നോക്കി. ഇനി അടുത്തതായിട്ട് എന്താണ് നമ്മൾ പഠിക്കുന്നത്? പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ യൂണിറ്റ് എന്താണ്? പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ നമ്മൾ വോൾട്ടേജ് എന്നും വിളിക്കും. പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് വോൾട്ട്, ഡിനോട്ടഡ് ബൈ ക്യാപിറ്റൽ ലെറ്റർ V അല്ലേ? 1 വോൾട്ട് ഇസ് ഈക്വൽ ടു W ബൈ Q, അതായത് 1 ജൂൾ പെർ ബൈ 1 കൂളം. ദാറ്റ് മീൻസ് 1 വോൾട്ട് ഇസ് ഈക്വൽ ടു 1 ജൂൾ പെർ കൂളം എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും.